അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഹാഫ് ഡേ ഇൻ മൈ ലൈഫായിട്ടാണ്. അപ്പോൾ ഫുള്ളും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്നാലും നമ്മൾ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. പിന്നെ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. അപ്പോൾ ഇരിക്കണോ? ആള് ടി വി വെച്ച് കൊടുത്തിരിക്കുകയാണ്. ആളങ്ങനെ ഇരിക്കുകയൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ വരും. പിന്നെ ഇവിടെ ഒരാളുണ്ട്, പക്ഷെ ആൾക്ക് പനിയാണ്. ആൾക്ക് പനിയാണ്. ഇന്നലെയല്ല, ഞാനൊരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിച്ചതാണ്. അതിന് ശേഷം നല്ല പനിയും. അപ്പോൾ റെസ്റ്റ് എടുക്കണം. അപ്പോൾ അത് 8ൻ്റെ പണി കിട്ടിയിട്ട് ചേട്ടൻ ഇരിക്കാണ്ടോ. ചേട്ടൻ നല്ല പനിയുണ്ട്, 2-3 ദിവസമായിട്ട് ഈ പനി വെച്ച് കളിക്കുകയാണ്. അപ്പോൾ അതൊക്കെ മാറ്റാൻ ചേട്ടൻ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ രാവിലത്തെ പണികളാണ്. നമുക്ക് വീടൊക്കെ ഒന്ന് ഒതുക്കാനുണ്ട്, അടിച്ചു വാരാണ്ട്, തുടയ്ക്കാനുണ്ട്. അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനായിട്ട് അവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. കാരണം പാത്രം കഴുകലൊക്കെ ഇവളെ വെച്ചിട്ട് ഒന്നും നടക്കില്ല. അവളവിടെയൊക്കെ പിടിച്ച്, പിന്നെ അപ്പുറത്ത് ഞങ്ങൾക്ക് കിണറുള്ള കാരണം അപ്പുറത്തേക്കൊക്കെ വീഴും. കാരണം ആ ഒരു താഴ്ന്നൊരു ഭാഗമാണ് കിണറുള്ള ഭാഗം. ഞങ്ങളൊക്കെ കുറച്ച് ഉയർന്നിട്ട് നിൽക്കുന്ന ഒരു വീടാണ്. അപ്പോൾ അത് കാരണം അങ്ങോട്ട് വീഴും. അപ്പോൾ അവിടെ വീട്ടിൽ ഹാളൊക്കെ ഇരുത്തിയിട്ടൊക്കെ ഞാൻ സമയം കിട്ടണ പോലെയൊക്കെയാണ് പാത്രമൊക്കെ കഴുകുക. നമുക്കറിയാലോ. പിന്നെ ഇത് കെറ്റിലിട്ട സൂപ്പർ സാധനമാണ്. കാരണം വേറെ ഒന്നുമില്ല, നമ്മുടെ വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ട് പെട്ടെന്ന് വല്ല ആവശ്യങ്ങൾക്ക് ഗ്യാസിനെക്കാട്ടും നല്ല ഉപയോഗമാണ് അത്. നല്ല പെട്ടെന്നത് വെള്ളം ചൂടായി കിട്ടും. പിന്നെ ഇവൾക്കൊക്കെ വെള്ളം ചൂടാക്കി കൊടുക്കണല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ലൊരു ഉപകാരമുള്ള സാധനം കേട്ടോ. പിന്നെ വിറക് ഞങ്ങൾ ഇങ്ങനെ എന്തിനാണ് വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അടുപ്പ് കത്തിച്ചിട്ട് ഞങ്ങൾ ചൂടുണ്ട്. അപ്പോൾ ആ ചൂടത്ത് കിടന്നിട്ട് ആ വിറക് ഉണങ്ങിക്കോളും. അപ്പോൾ പിറ്റേന്ന് നമുക്ക് കത്തിക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ. പിന്നെ ഇതാ ഇവിടെ ഒരാൾ വാശി ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. കാരണം കുളിപ്പിക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട് ആളെ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഞാൻ അവൾക്ക് ടി വി വെച്ച് കൊടുക്കും. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോസ് തന്നെയാണ് കേട്ടോ അവൾക്ക് വെച്ച് കൊടുക്കുന്ന സംഭവം. ഈ ഒരു വീഡിയോ ഇങ്ങനെ ടി വിയിൽ ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷം. കാരണം നമ്മളുടെ വീഡിയോസ് നമ്മളിങ്ങനെ ടി വിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പഞ്ചായത്ത് കിണർ. എല്ലാവരും ഈ കിണറ്റിൽ വെള്ളം കോരാം. ഞങ്ങൾക്ക് വെള്ളമില്ല കുറേ നാളായി. എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ പഞ്ചായത്ത് കിണർ എന്തായാലും അറിയേണ്ടതാണ്. അപ്പോൾ കുളിക്കാനായിട്ട് തലയിൽ വെളിച്ചെണ്ണയൊക്കെ തേച്ച്, സാധാ വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഉപയോഗിക്കൽ. അപ്പോൾ കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവൾക്ക് കഴിക്കാനുള്ള ഞാൻ കുറുക്ക് ഉണ്ടാക്കാൻ കേട്ടോ. ഞാൻ റാഗിയുടെ കുറുക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുളി കഴിഞ്ഞ് വന്ന് അവൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ ഉറങ്ങും. കുറേ നേരം ഒന്നും ആളങ്ങനെ കിടന്ന് ഉറങ്ങുന്നില്ല. അപ്പോൾ കുളിക്കാനുള്ള വെള്ളമൊക്കെ ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ അവൾ കുളിക്കുകയുള്ളൂ. കാരണം തണുത്ത വെള്ളം അവൾക്ക് മേലെ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൾ അവിടെ നിൽക്കില്ല. അവൾക്ക് ഭയങ്കര തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ടാണ് ശീലമില്ല എന്നല്ല, വെള്ളം ഒഴിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര തണുപ്പായി. കാരണം അവൾ നിന്ന് തരില്ല. കാരണം ചൂടുവെള്ളമാണ്, നല്ല ചൂടല്ല, എന്നാലും ഇളം ചൂടുവെള്ളത്തിലാണ് നമ്മൾ അവളെ കുളിപ്പിക്കാറ്. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. പിന്നെ അവൾക്ക് ഞാൻ കുറുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അവളെ കുളിപ്പിച്ചിട്ട് വരാം. കുളി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇത് രാസനാദിപ്പൊടിയാണ് കേട്ടോ. ഇത് ഞാൻ അവളുടെ എപ്പോഴും നെറുകയിൽ ഇങ്ങനെ പുരട്ടി കൊടുക്കും. അപ്പോൾ ഇത് നല്ലൊരു സംഭവമാണ്. കാരണം വെള്ളം ഇങ്ങനെ ഇറങ്ങാണ്ടിരിക്കാൻ, തലയിൽ ഇങ്ങനെ ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. ഇത് പനി പെട്ടെന്ന് തുമ്മൽ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിനെ അവൾക്ക് ഞാൻ 28 കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അവളെ ഞാൻ ഹാളിലാണ് കിടത്തിയത്. കാരണം ചേട്ടൻ്റെ പനിയായി, കാരണം ചേട്ടൻ റൂമിൽ കിടക്കണം. അപ്പോൾ ഞാൻ അവളെ ഹാളിൽ കിടത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് വരാം.
കൂലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വെള്ളം കോരാനൊക്കെ ഉണ്ടായിരുന്നു. വെള്ളം കോരി കൂലിയൊക്കെ കഴിഞ്ഞു. ഇതെങ്ങടാ അമ്മേനെ കാണാണ്ടിട്ടായിരുന്നു. നീ മാല ഇടണം എന്തിനു നീയപ്പോ? നമുക്ക് ഇനി ഉച്ചത്തേക്കുള്ള കറി വെക്കണം. ഉച്ചത്തേക്ക് ഞാൻ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ പരിപ്പ് വേവിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പരിപ്പും നമ്മുടെ പടവലങ്ങയും ഇട്ടിട്ട് ഒരു ചെറിയൊരു കറിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കറിയൊക്കെ വെച്ച് കഴിഞ്ഞു. പിന്നെ അവളുടെ കൂടെ കുറച്ച് നേരമൊക്കെ നമ്മളിങ്ങനെ ഇരുന്ന് ചോറൊക്കെ ഇട്ടിട്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.